السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة من جلسات دروس اللغة العربية لغير الناطقين بها، وهي القسم الثاني من دورتي الثالثة، وما زلنا نقرأ الدرس أي درس الثالث، لا الدرس الثاني وعشرين. وأين وقفنا؟ تمرين 7 خلاص، صفحة 192. 92. آه. 92. تمرين رقم 8. التمرين الثامن. لا يقال التمرين رقم 8، يقال إما التمرين رقم 8 التمرين الثامن، صح؟ ഒന്നുകിൽ എന്ത് ചെയ്യണം? 8th exercise എന്നുള്ളത് എക്സർസൈസ് ഇൻഫഅല രൂപങ്ങളാണ് നമ്മൾ വായിച്ചുകൊള്ളുന്നത്. പിന്നീട് മൻ ഇബ്രാഹിം അല്ലല്ലോ, യൗമ മാത്ത ഇബ്രാഹിം അല്ലേ? യൗമ മാത്ത ഇബ്രാഹിമിലാണ്. ഇൻകസഫത്തി അശ്ശംസു യൗമ മാത്ത ഇബ്രാഹിം. അപ്പൊ പറഞ്ഞത് ഇബ്രാഹിം മരിച്ച ദിവസം ഗ്രഹണം ബാധിച്ചു. ഹുന അൽ ജുംലത്തു മാത്ത ഇബ്രാഹിം. മാത്ത ഇബ്രാഹിം എന്ന സെന്റൻസ് ആണ് മുദാഫുൻ ഇലൈഹ. എന്തിരിക്കുകയാണ്? മാത്ത ഇബ്രാഹിം എന്ന ഭാഗം മുദാഫ് ഇലൈഹ. ഏതിനോട്? യൗമനോട്. വഹി ഫി മഹല്ലി ജർരിൻ. യൗമ ഈ മഹല്ലി ജർറിൻ അതെന്താണ്? ജർറിന്റെ സ്ഥാനത്താണ് ജർ ചെയ്യപ്പെടേണ്ടതാണ്. യൗമുൽ ജുമാഅത്തി എന്ന് പറയില്ലേ? അപ്പൊ എന്താണ്? ജുമാഅത്തിനെ യൗമിനെ ജുമാഅത്തിലേക്ക് ഇളാഫത്ത് ചെയ്യും. അപ്പൊ ഇവിടെ എന്താണ്? യൗമ മാത്ത ഇബ്രാഹിം. മാത്ത ഇബ്രാഹിം എന്ന് പറഞ്ഞത് ഫിഅലും ഫാഇലും ചേർന്ന ജുംലയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മാത്ത ഇബ്രാഹിം എന്നത് വഹിയ ഫി മഹല്ലി ജർറിൻ, ജറിന്റെ സ്ഥാനത്താണ്. യൗമ ഇതാണ് മുദാഫ്. യൗമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇളാഫത്ത് ഇളാഫത്ത് ചെയ്യുന്നതാണ് ഏതിലേക്ക്? മാത്ത ഇബ്രാഹിമിലേക്ക്. മുദാഫിൻ ഇലൈഹി. യൗമാണ് ഇളാഫത്ത് ചെയ്തിരിക്കുന്നത്. യൗമിനെ ഇളാഫത്ത് ചെയ്തിരിക്കുന്നു മാത്ത ഇബ്രാഹിം എന്ന സെൻസ്. അപ്പൊ നമ്മളിങ്ങനെ സംഭവം ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇങ്ങനെ സംഭവം ഉണ്ട്, ഗ്രാമർ പുസ്തകത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മളത് കുറെ കൂടെ അഡ്വാൻസ് ലെവലിൽ പഠിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഹാറ്റി അംസിലത്തിന് ഒഹ്റ. അപ്പൊ അങ്ങനെ ഈ മഹല്ല് എന്ന് പറയുന്ന സംഭവമുണ്ട്, ജറിന്റെ സ്ഥാനത്താണ്. ചില സന്ദർഭത്തിൽ നമുക്കത് അറിഞ്ഞിരിക്കാം. വാക്യത്തിന്റെ ആശയം മനസ്സിലാകണമെങ്കിൽ ചില സന്ദർഭത്തിൽ നമുക്കത് അറിഞ്ഞിരിക്കേണ്ടതായി വരും. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പഠിപ്പിക്കുന്നത്. അംസിലത്തൻ ഇതാ. You have
more examples. There are more examples. أمثلة أخرى. Another example. سافرت يوم ظهرت النتائج. سافرت ഞാൻ യാത്ര പുറപ്പെട്ടു. യൗമ ലഹറത്തിൻ നതാഇജ്. നതാഇജ് എന്താണ്? റിസൾട്ട്. നതീജ, റിസൾട്ട്. അതിന്റെ ബഹുവചനമാണ് നതാഇജ്. നതീജത്തുൻ ജമഉഹു നതാഇജു. നതാഇജു മസാജിദ് പോലെ. അപ്പൊ നതീജ എന്ന് പറയുന്നത് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സിറ്റിയിലെ നതീജയാണ്. യൂണിവേഴ്സിറ്റിയിലെ റിസൾട്ട്. നതാഇജ് റിസൾട്ട്സ്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും റിസൾട്ട് എന്ന അർത്ഥത്തിലായിരിക്കണം ബഹുവചനം ഉപയോഗിക്കുന്നത്. ലഹറ എന്താണ്? പ്രത്യക്ഷപ്പെട്ടു. റിസൾട്ട് പബ്ലിഷായി. യൗമ ലഹറത്തി ശംസു. അപ്പൊ യൗമ ലഹറത്തി ശംസു. ലഹറത്തി ശംസു എന്ന് പറയുന്നത് ലഹറത്ത് യഥാർത്ഥ സ്വത്വമാണ്. പിന്നെ അന്നത്താജിന്റെ മാരിഫയുടെ അല്ല, എന്താണ് അല്ലിന്റെ അല്ലിന് സുക്കൂനായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ലഹറത്തിന് കസറുണ്ട്. ലഹറത്തിൻ നതാഇജു. അപ്പൊ ലഹറത്തിൻ നതാഇജു എന്നത് മുളാഫുൻ ഇലൈഹിയാണ്. യൗമിനെ ലഹറത്തിൻ നതാഇലേക്ക് ഇളാവ് തീരുകയാണ്. അതേപോലെ മരിൽതു യൗമ സാറൽ വസീറുൽ ജാമിഅത. അപ്പൊ ഇവിടെ മാത്ത ഇബ്രാഹിം എന്നത് ഫേലും ഫായിലും മാത്രമേ ഉള്ളൂ. അതേപോലെ ലഹറത്തിൻ നതാഇജു, ലഹറത്ത് അൻ നതാഇജു ഫേലും ഫായിലും അടങ്ങിയ ജുംലയാണ് മുളാഫുൻ ഇലൈഹി. അപ്പൊ അത് ജറിന്റെ സ്ഥാനത്താണ്. ഇവിടെ വന്നപ്പോഴേ സാറൽ വസീറു അൽ ജാമിഅത. അപ്പൊ എന്തുണ്ട്? സാറ എന്ന ഫേലുണ്ട്, വസീർ എന്നുള്ള ഫായിലുണ്ട്, അൽ ജാമിഅത എന്ന എന്തുണ്ട്? മഫ്ഊലും ബിഹി ഉണ്ട്. അപ്പൊ എന്താണ്? ജുംല കുറച്ചുകൂടെ എക്സ്പാൻഡ് ആയി. സാറൽ വസീറുൽ ജാമിഅത എന്ന ജുംലയാണ് യൗമിന്റെ മുളാഫുൻ ഇലൈഹി. അതെന്താണ്? സാറൽ വസീറുൽ ജാമിഅത എന്നുള്ള ജുംലയാണ് ജറിന്റെ സ്ഥാനത്തുള്ളത്. ഉലിത്തു യൗമ മാത ജദ്ദി. ഉലിത്തു യൗമ മാത ജദ്ദി. ജദ്ദാല ഗ്രാൻഡ് ഫാദർ. എന്റെ വല്യപ്പ മരിച്ചതിന്റെ അന്നാണ് ഞാൻ ജനിച്ചത്. ഒരാളെ പോയി അടുത്ത വന്നു. ഉലിത്തു. ഉലിത്തു എന്ന് പറയുമ്പോൾ ശരിക്കും താഴെ ശ്രദ്ധ കൊടുക്കുന്നത്. എനിക്ക് സുക്കൂൻ വേണ്ട ആവശ്യം പറയുന്നത് വായിക്കുമ്പോൾ. അപ്പൊ ഉലിത്തു, ഐ ബോൺ, ഞാൻ ജനിച്ചു. ഉലിത്തു. ഉലിത്തു എന്ന് സലാമുൻ അലയ്യ യൗമ ഉലിത്തു വയൗമ അമൂത്തു വയൗമ ഉബഅസു ഹയ്യ ബിലിസാനി യഹ്യ. യഹ്യ അലൈഹി ഇസ്ലാമിയുടെ വാക്കിലൂടെ പറഞ്ഞതാ. സലാമുൻ അലയ്യ യൗമ ഉലിത്തു വയൗമ അമൂത്തു വയൗമ. മോളിപ്പം ചായ കുടിക്കുന്ന? ഇപ്പം ചായ കുടിക്കുന്നുണ്ടോ? ഇരിക്കട്ടെ. ഓക്കെ. നമുക്ക് എല്ലാവർക്കും ചായ എന്നാ തിരക്കട്ടെ. ജദ്ദി ഇവിടെ പേരും ഫാലും ചേർന്ന ജുംലയാണ് മുളാഫുൻ ഇലൈഹി. അപ്പൊ തൻവീൻ എന്ന് പറഞ്ഞാൽ ഖുർആനിലുണ്ട്. ينفع الصادقين صدقهم. هذا يوم ينفع الصادقين صدقهم ويوم ينفع ദിവസം. ينفع الصادقين صدقهم. ഇത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ആയിട്ടുള്ള ജുംലയാണ്. യൻഫഉ ന്റെ ഫഅലാണ്, അല്ല ഫാഇലാണ്. യൻഫഉന്റെ ഫാഇൽ എന്താണ്? സാദിഖീനാണ്. ഫാഇൽ വരുമ്പം ഈന വരണം. ഫാഇൽ ഒന്നില് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ചാലേ അർത്ഥം വെച്ച് ശരിയാവുള്ളൂ.
സാദിഖീന സത്യസന്ധർക്ക് പ്രയോജനം ചെയ്യും. അത് സാദിഖീൻ എന്താണോ അവനെന്ത് ചെയ്യാണ്? എന്താണ് പ്രയോജനം ചെയ്യുന്നത്? സിദ്ക്കാണ് പ്രയോജനം ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ഫേലും ഫാലും അപ്പോഴും ചേർന്നതാണ്. പക്ഷെ ഇവിടെ സിദ്ഖഹും എന്നതെന്താണ്? സിദ്ക്കിന് ഹുമിനെ വീണ്ടും മാഫ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും സാദക്കയിലെ സിദ്ഖഹും എന്ന ജുംല യൗമിന് ആ ജുംലയിലേക്ക് ഇളാഫ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാദഖീന സിദ്ഖുഹും എന്നത് മുളാഫിൻ ഇലൈഹിയാണ്, ജർ ചെയ്യപ്പെട്ടത്. പിന്നെ സിദ്ഖ് ഹോം, സിദ്ഖിനെ ഹോമിലേക്ക് ഇളാഫ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജറിന്റെ സ്ഥാനത്താണ് ഹോം, ഈ മഹൽ ജർ ജറിന്റെ സ്ഥാനത്താണ്. പക്ഷെ ജർ ഒഴിവാക്കിന്റെ കാരണം അവിടെ വേറെ വിഷയമാണ്. ജുംല അല്ല, അവിടെ എന്താണ്? മബനിയാണ്. ലമാഇറു കുല്ലുഹാ മബനിയത്ത്. ലമീർ ആയതുകൊണ്ട് അവിടെ മബനിയാണ്, അവിടെ അന്ത്യം മാറുന്നുണ്ട്. യൗമ മാത ഇബ്രാഹിം തഖ്ദീറുഹു യൗമ മൗതി ഇബ്രാഹിം. അപ്പൊ എന്താണ് യൗമ മാത ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തഖ്ദീർ എന്താ? ഇവിടെ ഖദറിന്റെ അർത്ഥം സങ്കല്പിക്കുക. ഖദ്ദറ യുഖദ്ദിറു സങ്കല്പിക്കുക, കരുതുക. തഖ്ദീർ കരുതൽ. തഖ്ദീറുഹു അതിന്റെ കരുതൽ എന്താ? യൗമ മൗതി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മരണ ദിവസം. ലൗലാ ഫദ്ലുല്ലാഹി അലൈഹിം ലമാതു. 9. നേരത്തെ 8ാമത് പറഞ്ഞതാണ് ഈ പറഞ്ഞ മുളാഫിൻ ഇലൈഹിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്തത് ലൗലാ ഫദ്ലുല്ലാഹി അലൈഹിം ലമാതു. ലൗല നമ്മൾ പറഞ്ഞു, ലൗല എന്നത് ഒരു പ്രയോഗമാണ് ഈ പാഠത്തില്, അല്ലേ? ലൗല ഹർഫു ഇംതിനാഇൻ ലിവുജൂദിൻ, ഇംതിനാഇൻ ലിവുജൂദ്. അപ്പൊ ലൗല എന്ന് പറഞ്ഞതിന്റെ പ്രയോഗം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത് ഗ്രാമറിലെ ഒരു യൂസേജ് ആണ്. എന്താ അത്? ഹർഫു ഇംതിനാഇൻ ലിവുജൂദ്. ഇംതിനാ എന്ന് പറഞ്ഞാൽ നിഷേധിക്കൽ, ഇംതിനാ ഇല്ലാതാകൽ, ലി വുജൂദിൻ. വുജൂദ് എന്താ? അവൈലബിലിറ്റി. അവൈലബിലിറ്റിയെ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് ലൗല എന്നത്. തദല്ലു അലാ ഇംതിനാഇൽ ജവാബി ലിവുജൂദി ശർത്തി. തദല്ലു അതെന്ത് ചെയ്യും? ദല്ലയുടെ അർത്ഥം എന്താ? അറിയിച്ചു. ദല്ല അറിയിച്ചു. ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ. തദല്ലു, അപ്പൊ തദല്ലു എന്ന് ഫേല് മുഅന്നസ് ഉപയോഗിച്ച് എന്തുകൊണ്ടാ? അൽ ഹുറൂഫ് കുല്ലുഹ മുഅന്നസ്. അക്ഷരങ്ങളും പദങ്ങളിലൊക്കെ പറയുമ്പോഴത്തേക്ക് അതെല്ലാം എന്തായിരിക്കും? മുഅന്നസ് ആയിരിക്കും. ഇപ്പൊ ലൗല എന്നത് ഒരു ഹർഫ് എന്നാണ് പറയുന്നത്. ഹർഫ് എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരമൊന്നല്ല, ഒരു പദം. ഇസ്മും ഫേലും അല്ലാത്തതെല്ലാം ഹർഫാണ്. ഇപ്പൊ ലൗല എന്നത് അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? തദുല്ലു, ആ പദം അറിയിക്കും. അല ഇംതിനാഇൻ, ഇല്ലായ്മയെ. ഇംതിനാഇൽ ജവാബി ലി വുജൂദി ഷർത്ത്. ഇപ്പൊ ഷർത്ത് എന്താ? ഉപാധി. ഉപാധിയുടെ ലി വുജൂദ്, ഉപാധി ഉണ്ടായാൽ അതിൻ്റെ ജവാബ്, ഷർത്തിന്റെ ജവാബ് അതെന്താണ്? അതുണ്ടായ ഇതുണ്ടാവുന്നതാണല്ലോ. ആ ജവാബ് ഇല്ല എന്ന് സ്ഥാപിക്കുന്നതിനുള്ള വേണ്ടിയുള്ളതാണ് ലൗല. ഉദാഹരണം പറഞ്ഞാലേ അറിയാവൂ.
ലൗല ഫദ്ലുല്ലാഹി അലൈഹിം ലമാതു. അപ്പോൾ ഫദ്ലുല്ലാഹി എന്നത് എന്താണ്? ഷർത്താണ്. ലമാതു അതെന്താണ്? ജവാബാണ്. അപ്പൊ തദുല്ലു അല ഇംതിനാഇൽ ജവാബി. ലമാതു എന്നതിനെ എന്ത് ചെയ്യും? നിഷേധിക്കും. ലിവുജൂദി ഷർത്തി, ഉപാധി ഉണ്ടെങ്കിൽ. അപ്പോൾ ഫദ്ലുണ്ടെങ്കിൽ എന്താവും? ലമാതു എന്നത് ഇല്ലാതാകും. ഇംതിനാഇൽ ജവാബി, ജവാബ് ഇല്ലാതാകും. ലിവുജൂദി ഷർത്തി, ഉപാധി ഉണ്ടെങ്കിൽ. ഉപാധി എന്താ? ഫദ്ലുല്ലാഹി, അള്ളാഹുവിന്റെ ഔദാര്യം ഉണ്ടായിരിക്കുക എന്നതാണ് ഉപാധി. ലമാതു, അവർ മരിക്കും. അതാണ് അതിൻ്റെ ജവാബ്, അതിൻ്റെ റിസൾട്ട്. അപ്പൊ ഫദ്ലുല്ലാഹി ഉണ്ടെങ്കിൽ അവർ മരിക്കുകയില്ല. ഇംതിനാഇൽ ജവാബി, ലമാതു എന്നതിനെ നിഷേധിക്കും. ലിവുജൂദി ഷർത്തി, ഉപാധി ഉണ്ടെങ്കിൽ, ഫദ്ൽ ഉണ്ടെങ്കിൽ. ക്ലിയറായോ? ലൗലൽ ഹവാഉ ലഹലക്കൻ നാസു. ലൗലൽ ഹവാഉ, ഇവിടെ എന്താ ഹവാന്റെ അർത്ഥം? ദേഹേച്ഛയല്ല, എയർ. എയർ, വായു ഇല്ലെങ്കിൽ ലൗലൽ ഹവാഉ ലഹലക്കൻ നാസു, ജനങ്ങൾ മരിക്കും. അപ്പോ ഹലക്കൻ നാസു എന്നതാണ് റിസൾട്ട്. ഉപാധി എന്താ? അൽ ഹവാ ആണ്. അപ്പൊ ഹവാ, ലൗലൽ ഹവാഉ ലഹലക്കൻ നാസു, ഹവാ ഉണ്ടെങ്കിൽ നാസ് മരിക്കില്ല. ഹവാ ഇല്ലെങ്കിൽ നാസ് മരിക്കും. തദുല്ലു അലാ ഇംതിനാഇൽ ജവാബി ലിവുജൂദി ഷർത്ത്. അങ്ങനെ ശരിക്കും മനസ്സിലാക്കേണ്ടത്. വലൗലാ ഫദ്ലുല്ലാഹി അലൈഹിം ലമാതു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായി, അതുകൊണ്ട് അവർ മരിച്ചില്ല. ഐ വുജിദൽ ഹവാഉ, ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് വുജിദൽ ഹവാഉ, വായു ലഭ്യമായി. ഫലം തഹ്ലിക്കിൻ നാസു, ഫലം യഹ്ലിക്കിൻ നാസു, അതിനാൽ ജനങ്ങൾ മരിച്ചില്ല, ജനങ്ങൾ നശിച്ചില്ല. വജദക്ക് അർത്ഥം അപ്പം അവൈലബിൾ കണ്ടു. വജദ കണ്ടു, അവൈലബിൾ ആയി, ലഭ്യമായി. മുമ്പ് പറഞ്ഞായിരുന്നു നമ്മൾ, അൽ മുദീർ മൗജൂദ് എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? മുദീർ അവൈലബിൾ ആണെന്ന് അർത്ഥം. ഡോക്ടർ മൗജൂദ് എന്നൊന്നും ചോദിക്കും. ഡോക്ടർ മൗജൂദ് ഡോക്ടർ ഉണ്ടോന്ന്. ആ അർത്ഥത്തിലാണ് ഉജിത ഉപയോഗിച്ചത്. وتأتي لوما أيضا بهذا المعنى. ലൗലായ്ക്ക് പകരമായി എന്ത് ചെയ്യും? ലൗമായും ഉപയോഗിക്കുന്നു. അൽ ഇസ്മുൽ വാഖിഉ ബഅദഹ മുബ്തദഉൻ. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ എന്തായിരുന്നു? അവിടെ ഒരു ഇസ്മ ഉണ്ടായിരുന്നു. അൽ ഇസ്മുൽ വാഖിഉ ബഅദഹ, അതിനുശേഷം എന്തുണ്ടായിരുന്നു? ഒരു നാമം ഉണ്ടായിരുന്നു. അൽ വാഖിഉ, വഖഅ വന്നു, സംഭവിച്ചു എന്നർത്ഥം. സംഭവിച്ചു. യൗമുൽ വാഖിഉ ബഅദഹ, അതിനുശേഷമുള്ള നാമം മുബ്തദഉൻ. എന്താണ്? മുബ്തദ ആണ്. ഉദിഫ ഖബറുഹു. അപ്പോ അതിന്റെ ഖബർ എന്തായി? ഒഴിവാക്കപ്പെട്ടു. ലൗലൽ ഹവാഉ, തഖ്ദീറുഹു ലൗലൽ ഹവാഉ മൗജൂദുൻ എന്നാണ്. ലൗലൽ ഹവാഉ മൗജൂദുൻ, വായു ഉണ്ടായിരുന്നില്ലെങ്കിൽ, മൗജൂദുൻ മൗജൂദായിരുന്നില്ലെങ്കിൽ എന്നാണ്. ലൗലൽ ഹവാഉ ലഹലക്കൻ നാസു, നമ്മൾ പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ലൗലാ ഫദ്ലുല്ലാഹി അലൈഹിം, അവർക്ക് അള്ളാഹുവിന്റെ ഔദാര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് നമ്മൾ സങ്കല്പിച്ചാണ് പറയാണ്. കാരണം അങ്ങനെ പറഞ്ഞാൽ എന്താവുള്ളൂ? ആശയം ശരിയാവുള്ളൂ. ലമാത്തു. അപ്പൊ ഖബർ നഷ്ടപ്പെട്ട ഒരു മുബ്തദ ആണ് അത്. അങ്ങനെയും സംഭവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെയുണ്ട്, അതിൻ്റെ ഖബർ നഷ്ടപ്പെട്ടേക്കാം. അൽ ഇസ്മുൽ വാഖിഉ
വഖദ് തഅതി ബഅദഹ അന്ന, ചിലപ്പോൾ. ഖദ് തഅതി, ഖദിന് ശേഷം ഫിഅൽ മുളാരി വന്നാൽ സംടൈംസ്, ചിലപ്പോൾ. ഖദ് തഅതി ബഅദഹ അന്ന, അതിന് ശേഷം ചിലപ്പോൾ അന്ന വരും. വസ്മുഹ വഖബറുഹ, അന്നയും അതിൻ്റെ ഖബറും വരും. അന്നയും അതിൻ്റെ നാമവും അതിൻ്റെ ഖബറും വരും. അപ്പോൾ ഒരു ജുംല വരും, അന്ന വന്നിട്ടുള്ള ഒരു ജുംല വരും. നഹ്വ് ലൗല അന്നനി മരീദുൻ ലസാഫർതു മഅക്. അപ്പം ഈ അവൈലബിൾ ആണ്, ആകുന്നു, ഉണ്ട് എന്നൊക്കെ അർത്ഥമാണെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അല്ലാത്ത സന്ദർഭത്തിൽ എന്ത് ചെയ്യും? അത് പൂർണ്ണവാക്യമായിട്ട് വരുന്നു. ലൗല അന്നനി മരീദുൻ, ലൗലാക്ക് ശേഷം അന്ന വന്നു. അന്നനി, അന്നയുടെ നാമം ഏതാണ്? നാമം യാഉൽ മുതകല്ലിം. യാഉൽ മുതകല്ലിം. ഞാൻ ആയിരുന്നില്ലെങ്കിൽ മരീദുൻ, അപ്പൊ അതിന്റെ ഖബറാണ് മരീദ്. ലൗല അന്നനി മരീദുൻ, അപ്പൊ അന്ന കാരണമായി നസ്ബ് ചെയ്യപ്പെട്ടത് യാഉൽ മുതകല്ലിമിനാണ്. അപ്പൊ യാഉൽ മുതകല്ലിമായതുകൊണ്ട് അവിടെ അടയാളം വെളിവാകില്ല. മരീദുൻ അതിന്റെ ഖബറാണ്, അവിടെ വെളിവായിട്ടുണ്ട്. ലൗല അന്നനി മരീദുൻ, ഞാൻ രോഗിയായിരുന്നില്ലെങ്കിൽ സാഫർതു മഅക്, ഞാൻ നിന്നോടൊപ്പം സഞ്ചരിക്കുമായിരുന്നു, ട്രാവൽ ചെയ്യുമായിരുന്നു. അന്ന ഒന്നതിൻ്റെ ഉദാഹരണം പറഞ്ഞില്ല. വജവാബുഹ അൽ മുസ്ബത്തു യഖ്തരിനു ബില്ലാമി. അപ്പൊ ഇവിടെ എന്താ പറയൂ? ലൗല ഫദ്ലുല്ലാഹി അലൈഹിം ലൗല ഫദ്ലുല്ലാഹി അലൈഹിം ലമാതു. അപ്പോൾ അതിന്റെ ജവാബിൽ എന്ത് വന്നു? ലാ വന്നു. അപ്പോൾ ഈ പറഞ്ഞ ലൗല എന്ന് പറഞ്ഞത് ഹർഫ് ഇംതിനാഇൽ വുജൂദിൻ, അതിൻ്റെ അപ്പൊ അതിന്റെ ജവാബ് ഷർത്തും ജവാബും പറഞ്ഞല്ലോ. അപ്പൊ ആ ജവാബിൽ എന്തുണ്ടാകും? ജവാബിൽ ലാ ഉണ്ടാവും. ജവാബു ഹൽ മുസ്ബത്തു, എന്താണോ സ്ഥാപിക്കുന്നത് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? യഖ്തരിനു അൽ മുസ്ബത്തു, സ്ഥാപിക്കപ്പെടുന്നത്. യഖ്തരിനു, യഖ്തറിനു എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച് വരും. കാല കരീനുഹു എന്ന് പറഞ്ഞില്ലേ? കാല കരീൻ ആരാപ്പം? കൂടെ വരുന്നവൻ. അപ്പൊ യഖ്തറന ഒരുമിച്ച് വന്നു. യഖ്തരിനു ബില്ലാമി, ലാമോടൊപ്പം വരും. നഹ്വ് ലൗല അൻതും ലകുന്ന മുഅ്മിനീൻ. സൂറത്ത് സബ 31-ാമത്തെ സൂക്തം, വാഹിദ് സലാസീൻ. ലൗല അൻതും ലകുന്ന മുഅ്മിനീൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ലൗല അൻതും മൗജൂദീൻ. നിങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ. അല്ലേ? ലൗല അൻതും ലകുന്ന മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ലൗല അൻതും മൗജൂദൂൻ. അതിന്റെ ഖബർ എന്ത് ചെയ്തു? നഷ്ടപ്പെടും. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? കുന്നേന്റെ കൂടെ ലാ വന്നു. ലകുന്ന മുഅ്മിനീൻ. അംസലത്തിന് ഉഖ്റ ലൗലയുടെ മറ്റു ഉദാഹരണങ്ങൾ ഇതാ കണ്ടോളൂ. ലൗലൽ ഇഖ്തിബാറു മാ ഹദർതുൽ യൗം. എന്താർത്ഥം? ശരിക്കും അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? അതിന്റെ സംഭവിച്ചത് എന്തായിരിക്കും?
ലൗലൽ ഇഖ്തിബാറു മാ ഹദർത്തുൽ യൗമ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിച്ചത്? നിങ്ങൾ മനസ്സിലായെന്ന് അറിയട്ടെ. ഇഖ്തിബാർ പരീക്ഷ. ലൗലൽ ഇഖ്തിബാറു മാ ഹദർത്തുൽ യൗമ. പ്രാക്ടിക്കൽ എന്ത് സംഭവിച്ചു? പരീക്ഷ ഉള്ളതുകൊണ്ട് വന്നു. പരീക്ഷ ഉള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. ലൗലൽ ഇഖ്തിബാറു പരീക്ഷയില്ലായിരുന്നെങ്കിൽ മാ ഹദർത്തുൽ യൗമ ഇന്ന് ഞാൻ വരികയില്ലായിരുന്നു. അസാനി ലൗല ശംസു ലഹലക്കൽ അർദു. എന്താ അതിന്റെ ഫലം? സൂര്യൻ ഉള്ളതുകൊണ്ട് സൂര്യൻ ഉള്ളതുകൊണ്ട് ഭൂമി നിലനിൽക്കുന്നു, ഇല്ല, നശിച്ചില്ല. ഒരുപാട് കാര്യങ്ങൾ അതിന് പഠിക്കാനുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് പോകണ്ട. നമ്മൾ കുറച്ച് എക്കോ സംഭവങ്ങളൊക്കെ പഠിക്കാം. യൂണിവേഴ്സൽ പ്രാപഞ്ചിക നിയമങ്ങൾ. ഭൂമിയുണ്ട്, സൂര്യനുണ്ട്, എന്നാലും ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി വേറെയും വലയങ്ങളുണ്ട്. അല്ലേ? സൂര്യനില്ലായിരുന്നെങ്കിൽ ഭൂമി നശിച്ചു പോകുമായിരുന്നു. സൂര്യനുള്ളത് കൊണ്ടാണ് ഭൂമി നശിക്കാതെ നിലനിൽക്കുന്നത്. അസാലിസ് ലൗലൽ ഹയാഉ ലബകൈന. എന്താണ് എൻ്റെ റിസൾട്ട്? ഹയാഅത ഹയാത്തല്ല ഹയാത്തല്ല ഹയാ. ഹയാ അറിഞ്ഞൂടെ? മലയാള വാക്കാ ഹയാ. അത് തന്നെ. ഹയാ ബക്കൈന. നാണിച്ചിട്ടാണ് ഞങ്ങൾ കരയാത്തതെന്ന്. ലൗലൽ ഹയാഉ ലബക്കൈന. നാണമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കരഞ്ഞു പോകുമായിരുന്നു. ലൗല അന്നക മുസ്തഅജിലുൻ ലദഅഉതുക ഇലൽ ബൈതി. മുസ്തഅജിൽ എന്താ? മുസ്തഅജിൽ ഹറി, ധൃതിക്കാരൻ, ധൃതിയുള്ളവൻ. മുസ്തഅജിലുൻ ധൃതിയുള്ളവൻ. ലൗല അന്നക മുസ്തഅജിലുൻ ലദഅഉതുക ഇലൽ ബൈതി. എന്താ അർത്ഥം? നിങ്ങൾക്ക് തിരക്കില്ലായിരുന്നെങ്കിൽ. നിങ്ങൾ തിരക്കായതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത് വീട്ടിലേക്ക്. തിരക്കില്ലായിരുന്നെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചേനെ. അക്മിൽ മാ യഅതി മിൻ അംസലത്തി ലൗല ബി ജവാബിൻ മുനാസിബിൻ. മുനാസിബായിട്ടുള്ള, മുനാസിബ് എന്താണ്? സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്ക് ചേർത്തുകൊണ്ട് എന്ത് ചെയ്യണം? അക്മിൽ മാ യഅതി വരുന്നതിനെ കംപ്ലീറ്റ് ചെയ്യണം. ലൗലൽ ഇൽമു ലജാഹിലുൻ. ലകുന്ന ജാഹിൽ. ലകുന്തു ജാഹിലിൻ. ലകുന്തു ജാഹിലുൻ എന്നാ പറയാ? ജാഹിലൻ. അപ്പൊ പിന്നെ കുന്തു എന്ന് പറയുമ്പോൾ കാനയുടെ ഖബറായിട്ട് വരണം ജാഹില്. അസാനി ലൗലൽ ഇസ്ലാമു ഇസ്ലാമില്ലായിരുന്നെങ്കിൽ ഹലക്കന്നാസ്, ഞങ്ങൾ നശിച്ചു പോയിരുന്നു. ഞങ്ങൾ നാശത്തിലകപ്പെടുമായിരുന്നു. الثالث لولا أنك مريض لولا أنك مريض. നീ രോഗിയല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു?
ലദറബ്തുക. നിനക്കൊരു അടി തരായിരുന്നു. പറ്റൂലേ? എന്നെ അടിക്കായിരുന്നത് നീ രോഗിയായതുകൊണ്ടാണ്. ലൗല അന്നക്കൽ ബർദ ഷദീദുൻ, ലൗല അന്നൽ ബർദ ഷദീദുൻ. എന്ത് വേണമെങ്കിലും പറയാം. തണുപ്പ് കഠിനമായിരുന്നില്ലെങ്കിൽ, തണുപ്പില്ലെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? സൂഖ്, മാർക്കറ്റിലേക്ക് ഇറങ്ങാമായിരുന്നു അല്ലേ? മൻ ഇബ്രാഹിമു ഹാദ, മൻ ഇബ്രാഹിമു ഹാദ എന്ന പ്രയോഗം, ആ പ്രയോഗത്തെ കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, എടുത്ത് എഴുതിയിരിക്കുന്നത്. ഹുന ഹാദ നഅ്തുൻ ലി ഇബ്രാഹിം. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത്, പക്ഷെ ഇങ്ങനെയല്ല. ഈ ഗ്രാമർ പോയിന്റ് നമ്മൾ അവിടെ പറഞ്ഞില്ല. മൻ ഇബ്രാഹിമു ഹാദ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാദ എന്ന പദം ഇബ്രാഹിമിന്റെ വിശേഷണമാണ്. നഅ്ത്, നഅ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സിഫത്ത് എന്ന് പറഞ്ഞായിരുന്നു മുമ്പ്. ഇബ്രാഹിം നഅ്ത് മൻഊത്ത് എന്നാണ് പറയാം. ഇത് വിശേഷണമാണ്, ഹാദ വിശേഷണമാണ്. ഇബ്രാഹിം വിശേഷിപ്പിക്കപ്പെടുന്ന പദമാണ്, നാമമാണ്. യകൂൻ ഇസ്മുൽ ഇഷാറത്തി നഅ്തൻ ഇദാ വഖ ബഅദൽ അലം. അപ്പോൾ ഇസ്മുൽ ഇഷാറ ഹാദയ്ക്ക് എന്താ പേര് പറയാം നമുക്ക്? ഇസ്മുൽ ഇഷാറ. ബാക്കി അതിന്റെ അഖവാത്ത് ആരൊക്കെയാണ്? പിന്നെ അതിന്റെ മുഅന്നസും ബഹുവചനും മുദക്കറും എല്ലാം എന്താണ് പറയാ, മുസന്നയും ഒക്കെ ഉണ്ട്. അദാനി, അതേപോലെ ذلك تعنيك ذلك ذانيك هذا هذه أولئك. അല്ല, അതുമായി ബന്ധപ്പെട്ട എല്ലാം എന്താണ്? അസ്മാഉൽ ഇഷാറ, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്. ഹുന ഹാദാ നഅ്തുൻ ഇബ്രാഹിം. യകൂനു ഇസ്മുൽ ഇഷാറത്തി, അപ്പോൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ഇസ്മുൽ ഇഷാറ നഅ്തായി ആയി വരും. ഇദാ വഖഅ ബഅദൽ അലം. അലം പ്രോപ്പർ നൗൺ. അലം, അലം പ്രോപ്പർ നൗൺ. അലാമത്ത് എന്ന് പറയുന്നത്, അലാമത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? അലാമത്ത് അടയാളമാണ്. അലമുൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഗ്രമറ്റിക്കൽ ടെർമിനോളജിയാണ്. ഗ്രമറ്റിക്കൽ ടെർമിനോളജി ഓഡിയോ ഇടക്ക് മോശമാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല. ഞാനത് മാറ്റിക്കൊടുക്കാൻ മറ്റേ കൂടി വർക്ക് ചെയ്തിട്ടാണ് മറ്റേ വയർലെസ് ആകുമ്പോൾ കുറെ കൂടെ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ രാത്രി ഈ ക്ലാസ്സിൽ പ്രോബ്ലം ഉണ്ടായി. ഈ അലമിന്റെ അലാമത്ത് തന്നെയാണ് അല്ലേ? അല്ലല്ല, അതായത് ഗ്രമറ്റിക്കൽ ടെർമിനോളജി നമ്മൾ എന്ത് ചെയ്യരുത്, അതിനെ ലിംഗ്വിസ്റ്റിക് ആയിട്ട് കണക്ട് ചെയ്തരുത്, ഭാഷാപരമായി കണക്ട് ചെയ്തരുത്. അപ്പം നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സർവനാമം എന്ന് നമ്മൾ പറയുമല്ലോ. അതെ, സർവനാമം എന്ന് പറയുമ്പോൾ നാമമായിട്ട് കണക്ട് ചെയ്യാമെന്നെങ്കിലും സർവ എന്താണ് അതിൻ്റെ അർത്ഥം? ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭൂതകാലം എന്ന് മലയാളത്തിൽ പറയും. ഭൂതം എന്താണ് സംഭവം എന്ന് പറഞ്ഞതുപോലെ അലം എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ നൗൺ എന്നാണ് അതിൻ്റെ അർത്ഥം. അലം യഥാർത്ഥത്തിൽ എന്താണ്? അലം എന്ന് പറഞ്ഞാൽ പതാകയാണ്, പതാക, അടയാളം. അലം അടയാളം, അലം പിന്നെ പതാക, ആർത്തിലാണ് വരിക.
ഗ്രാമറിൽ വരുമ്പോഴത്തേക്ക് അലം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നൗണാണ് അലം എന്ന് പറയുന്നത്. നമ്മൾ അലം എന്ന് മുമ്പേ പറഞ്ഞിട്ടില്ല, കാരണം അങ്ങനെ ഒരു ടെർമിനോളജി പുതിയതായിട്ട് വരുന്നത് വരെ നമ്മൾ അങ്ങനെ പേര് വിളിപ്പിക്കണമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, അലമുൻ ഇതാ വക്ക ബഅദൽ അലം. അപ്പൊ എന്താണ്? ഇതൊരു അലമാണ് ഇബ്രാഹിം. അതിന് ശേഷം വന്നാൽ അത് അതിന്റെ വിശേഷണമായിരിക്കും. അവിൽ മുഅറഫ് ബിൽ ഇളാഫത്തി, അല്ലെങ്കിൽ ഇളാഫത്ത് കൊണ്ട് മാരിഫയാക്കപ്പെട്ടത്. ഇളാഫത്ത് കൊണ്ട് മാരിഫയാക്കപ്പെട്ടത്. മുഅറഫ് എന്ന് പറഞ്ഞാൽ മാരിഫയാക്കപ്പെട്ടത്, ഡെഫിനിറ്റ് ആക്കപ്പെട്ടത്. മുഅറഫ് നെക്കിറയും മാരിഫ എന്നാണ് പറയുക. നെക്കിറ ഇൻഡെഫിനിറ്റ്, മാരിഫ ഡെഫിനിറ്റ്. അപ്പോൾ അൽ മുഅറഫ് എന്ന് പറഞ്ഞാൽ മാരിഫയാക്കപ്പെട്ടത്. അപ്പം അൽ മുഅറഫ് ബിൽ ഇളാഫത്ത്. അപ്പം മാരിഫ എന്നതിന് പല നിർവചനങ്ങളുണ്ട്. ഡെഫിനിറ്റ് ആകുന്നതിന് പല രീതിയുണ്ട്. ഡെഫിനിറ്റ് ആക്കുന്നതിന് ഇപ്പോൾ പ്രോപ്പർ നൗണുകളെല്ലാം ഡെഫിനിറ്റാണ്. അത് ഇറ്റ്സെൽഫ് എന്താണ്? ഡെഫിനിറ്റാണ്. അതേപോലെ ഡെഫിനിറ്റ് ആയ ഒന്നിലേക്ക് ഇളാഫത്ത് ചെയ്താൽ എന്താവും? അല്ല, മറ്റൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്താൽ എന്താവും? ഡെഫിനിറ്റ് ആവും. മറ്റൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്താൽ ഡെഫിനിറ്റ് ആകും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അൽ മുഅറഫു ബിൽ ഇളാഫത്തി, ഇളാഫത്ത് കൊണ്ട് ഡെഫിനിറ്റ് ആക്കപ്പെട്ടത്. അതിനുശേഷം വന്നാലും എന്തായിരിക്കും? അതിന് വിശേഷണമായിരിക്കും. അസ്മാഉൽ ഇഷാറ. മൻ ഹാമിദുൻ ഹാദ. ഹാമിദുൻ എന്നത് എന്താണ്? അത് അലമാണ്, പ്രോപ്പർ നൗണാണ്. അപ്പൊ അതുകൊണ്ട് അത് മാരിഫയാണ്. മൻ ഹാമിദുൻ. പിന്നീട് പറഞ്ഞ ഹാദ എന്നെന്താണ്? ഹാമിദിന്റെ വിശേഷണമാണ്. ഏത് ഹാമിദ്? ഈ ഹാമിദ്. അപ്പൊ ഈ ഹാമിദ് ആരാണ്? അതെ, ഈ ഹാമിദ് ആരാണ് എന്നാണ്. ഈ ഹാമിദ് ആരാണ് എന്നാണ് അതിൻ്റെ ആശയം. അതിൻ്റെ ആശയം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒൽബത്തു ഹാദ എന്നൊക്കെ പറഞ്ഞില്ലേ, എനിക്ക് ഈ പാക്കറ്റ് വേണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വരുമ്പോൾ അലമിന് ശേഷം വരുന്ന ഹാദ അതിൻ്റെ വിശേഷണമായിരിക്കും. ശേഷം വരുന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ അതിൻ്റെ വിശേഷണമായിരിക്കും. അല്ലെങ്കിൽ അലമിന് ശേഷം, അല്ലെങ്കിൽ ആ അലമിൻ്റെ സ്ഥാനത്ത് എന്ത് വരിക? അൽ മുഅറഫു ബിൽ ഇളാഫത്തി, ഇളാഫത്ത് കൊണ്ട് മാരിഫയാക്കപ്പെട്ടത്. അതിന് ഉദാഹരണമാണ് അരിനി സാഅത്തക. അരിനി സാഅത്തക, നിന്റെ വാച്ച് കാണിച്ചു തരൂ. അപ്പൊ സാഅത്തുൻ എന്ന് മാത്രം പറഞ്ഞാൽ അത് നക്കിറയാണ്. സാഅത്തുക എന്ന് പറഞ്ഞപ്പോൾ നിന്റെ വാച്ച്, അപ്പൊ എന്തായി? അത് മാരിഫയായി. അപ്പൊ അൽ മുഅറഫു ബിൽ ഇളാഫത്താണ്, ഇളാഫത്ത് കൊണ്ട് മാരിഫയായത്. അതിനുശേഷം വന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗണായ ഹദിഹി എന്തായിരിക്കും? സാഅത്തിന്റെ വിശേഷണമാണ്. ഈ അരിനി പോലെ തന്നെ വരിനി എന്നും പറഞ്ഞാൽ ശരിയല്ലേ? വായർക്കും എന്താണ്? നമ്മൾ ആൻഡ് ചേർത്തതുപോലെ. ഓക്കെ. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പിന്നെ ചേർത്ത് പറയും. കൊളോക്കിയൽ ഇങ്ങനെ വരിനി കുറെ കേൾക്കാം. വരിനി. വാ ചേർത്തതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും രൂപങ്ങളുടെ രൂപഭേദം വന്നതുമാകാം. അരിനിയാണ് വരേണ്ടത്. അരിനി എന്ന് പറഞ്ഞാൽ എനിക്ക് കാണിച്ചു തരൂ. ഇതിന്റെ ബഹുവചനമാണ്. നിങ്ങൾ എനിക്ക് കാണിച്ചു തരുന്ന നിങ്ങൾ പറയും. അറൂനി. അറൂനി. അപ്പൊ അരി അറൂ. ലിമൻ ജവാസു സഫരി ഹദ. അപ്പോ ലിമൻ ജവാസു സഫർ. ഇപ്പൊ ജവാസ് എന്താ? പാസ്പോർട്ട്. ജവാസു സഫറാണ് പാസ്പോർട്ട്. അതെ അതെ. ജവാസ് അനുമതി. ജാസ അനുവദിച്ചു. ജായിസ് അനുവദനീയമായത്. നമ്മൾ പറയൂലേ ഫർള്, മുസ്തഹബ്, ജായിസ് എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ജായിസ് എന്നെന്താ? ജാസ അനുവദിച്ചു. ജവാസു സഫർ എന്ന് പറഞ്ഞാൽ യാത്രാനുമതി.
അപ്പൊ ജവാസിനെ അങ്ങനെ എടുത്താലേ മാത്രമേ നമുക്ക് ഈ അത് സഫറിലേക്ക് ഇലാഫത്ത് ഏതാണെന്ന് ബോധ്യപ്പെടുള്ളൂ. അപ്പോഴേ ആ പറഞ്ഞ ജവാസ് സഫർ എന്ന് പറഞ്ഞപ്പോൾ എന്തായി, അത് ഇലാഫത്ത് കൊണ്ട് മുഅറഫായി. അൽ മുഅറഫു ബിൽ ഇലാഫത്താണ്. ജവാസിനെ സഫറിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോഴാണ് ജവാസ് എന്ത് ചെയ്തത്, എന്തായത്, മാരിഫയായത്. പിന്നീട് പറഞ്ഞ ഹാദ ആ ജവാസിന്റെ വിശേഷണമാണ്. ജവാസ് സഫരി ഹാദ, ഈ പാസ്പോർട്ട് ലിമൻ ജവാസ് സഫരി ഹാദ, ഈ പാസ്പോർട്ട് ആരുടേതാണ്? ആ മഫ്തൂഹത്തിൻ ഗുർഫത്തുൽ മുദർരിസീന തിൽക. അപ്പൊ എന്താ, ഗുർഫത്തിനെ മുദർരിസീനയിലേക്ക് ഇളാഫത്ത് ചെയ്തു. ഗുർഫത്തുൽ മുദർരിസീൻ എന്തായിരിക്കും അർത്ഥം? അധ്യാപകരുടെ റൂം, സ്റ്റാഫ് റൂം. നമ്മൾ സ്റ്റാഫ് റൂം എന്ന് കോളേജിൽ സ്കൂളിലൊക്കെ പറയുമ്പോഴത്തേക്ക് അധ്യാപകരുടേതാണ്. അപ്പോൾ എല്ലാ സ്റ്റാഫിനും അതാണോ എന്നുള്ളത് വേറെ കാര്യം. സാധാരണ അങ്ങനെ നമ്മൾ പറഞ്ഞു വരുന്നത് സ്റ്റാഫ് റൂം. അപ്പോൾ ഗുർഫത്തുൽ മുദർരിസീൻ അധ്യാപകരുടെ റൂം, ആ മഫ്തൂഹത്തുൻ ഓപ്പൺഡ് ആണോ? അപ്പോൾ തിൽക അത്. അപ്പോൾ ഗുർഫത്ത് സ്ത്രീലിംഗം ഉപയോഗിച്ചു. ഗുർഫത്തിനെ മുദർരിസിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് ആ ഗുർഫത്തിന്റെ വിശേഷണമാണ് തിൽക. വഫി തൻസീൽ, ഖുർആനിലുണ്ട്, ഇദ്ഹബ് ബികിതാബി ഹാദ വഅൽഖിഹ് ഇലൈഹിം സുമ്മ തവല്ല അൻഹും. ഓക്കെ, ആര് പറഞ്ഞാണ്? സുലൈമാൻ നബി അലൈഹി സ്വലാം കത്തയച്ചില്ലേ ബിൽക്കിസ് രാജ്ഞിക്ക്? അപ്പോൾ പറഞ്ഞതാണ്, കത്ത് കൊണ്ടുപോയ പോസ്റ്റ്മാൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഇദ്ഹബ് ബികിതാബി ഹാദ, ഈ കിതാബും കൊണ്ട് വയ്ക്കോ, ഹുദുഹുദേ ഫഅൽഖിഹ് ഇലൈഹിം, എന്നിട്ട് അവർക്ക് ഇട്ട് കൊടുക്കണം. സുമ്മ തവല്ല, പിന്നീട് മടങ്ങി വന്നോ, അൻഹും, അവരിൽ നിന്നും. അപ്പം എന്ത് പറഞ്ഞു? നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ബി കിതാബി അതാ. അപ്പോൾ കിതാബി എന്നത് ഏത് രീതി, അത് മുഅറഫാണോ മാരിഫയാണോ നക്കിറയാണോ? എന്തുകൊണ്ട് മാരിഫയായി, എന്തുകൊണ്ടല്ലേ നക്കിറയായി? ഏതിലേക്ക് ഇളാഫത്ത് ചെയ്തു? മുത്തക്കല്ലിമിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് എൻ്റെ കിതാബ്. അപ്പൊ കിതാബ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുത്തെന്നാണ് കേട്ടോ, ഗ്രന്ഥമല്ല. കിതാബി ഹദ, എൻ്റെ ഈ കത്തുമായി നീ പോകൂ. അൽഖിഹ്, അൽഖ യുൽഖി എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ. ഹായ് എന്താണ്, നമ്മൾ ലിമ എന്നൊക്കെ പറയുന്ന പോലെ ഹാ ചേർത്തതാണ്. സുമ്മ തവല്ല അൻഹും. അപ്പോൾ കിതാബി പറഞ്ഞുകൊണ്ട് കിതാബി ഹാദ, ഹാദ എന്താണ്? ഹാദ കിതാബിൻ്റെ വിശേഷണമാണ്. വഫിൽ ഹദീസ്, ഹദീസിലുണ്ട്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദ. ലഅല്ലി ലാ അഹുജ്ജു, എന്താർത്ഥം? ഹജ്ജ യഹുജ്ജു, തീർത്ഥാടനം ചെയ്തു, ഹജ്ജ് ചെയ്തു. ലഅല്ലി ലാ അഹുജ്ജു, ഞാൻ ഹജ്ജ് ചെയ്തേക്കുകയില്ല. ബഅദ ആമി ഹാദ. അപ്പൊ ആമിന് എന്താ? ആമിനെ യാഉൽ മുത്തകല്ലിമിലേക്ക് ഇളാഫത്ത് ചെയ്തു. ബഅദ ആമി ഹാദ, ഈ വർഷത്തിന് ശേഷം. അടുത്ത ലീമ, ഹാദിഹി ഹാഉ സക്ത്. എന്താ സക്കത്തിന്റെ ഹാ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സക്കത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ തജ്വീദിലെ സക്കത്തല്ല ഇത്, നിർത്തുന്ന എന്ന അർത്ഥത്തിലുള്ള. അത് ഈ ഹാ ഉ സക്കത്ത്, ഹാ ഉ സക്കത്താണ്. വയുഅ്താ ബിഹാ ഫിൽ വഖഫി, അത് നിർത്തുന്ന സന്ദർഭത്തിലാണ് അത് കൊണ്ടുവരിക.
കമാ ഫി ഖൗലിഹി തആല വമാ അദ്റാക മാ ഹിയ. സൂറത്തുൽ ഖാരിഅയിൽ എന്ത് പറഞ്ഞു അല്ലാഹ്? വമാ അദ്റാക മാ ഹിയ. അപ്പൊ അവിടെ ഒരു ഹിയയുടെ നമ്മൾ സാധാരണ പറയുമ്പോൾ ഹുവ ഹും പിന്നീട് ഹിയ എന്ന് പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ എന്താ? ഹിയ എന്ന് പറയുമ്പോൾ യാ ഇനി സുക്കൂനാണ് പറയേണ്ടത്, ഹി എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ? സൂറത്ത് ബഖറയിൽ എന്താ പറഞ്ഞത്? ആ ഹി. പശു എന്ന് പറയുമ്പോഴത്തേക്ക് യാ പശു എന്ന് ചോദിച്ചു. അപ്പം ആ ഹി അവിടെ നിർത്തുന്നിടത്ത് ഹി എന്ന് പറഞ്ഞു. നമ്മൾ പറയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഹുവ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പൊ ഹുവ എന്ന് പറയുന്നിടത്ത് ഹു എന്നേ പറയാൻ പറ്റും. വാവിൽ സുക്കൂന എടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അൽഖാരിഅ ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث فإذا ما هي. ഒപ്പിച്ചെന്തായി? ആ പ്രാസം ഒത്തു വന്നു. അതേസമയം അത് ഭാഷാപരമായ പ്രയോഗമുണ്ട്. ഭാഷാപരമായി അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. കവികളും സാഹിത്യകാരന്മാരും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ആ അർത്ഥത്തിലാണ് ഖുർആനിലും ഉപയോഗിച്ചിട്ടുള്ളതും. അവിടെ വഖഫിന്റെ സ്ഥലത്താണ് അങ്ങനെ വരുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു, ലിമയോടൊപ്പം ഒരു സെന്റൻസ് ആണ് വരുന്നതെങ്കിൽ അവിടെ ഹാ ഇല്ല. അലീമ എന്ന് മാത്രമാണ് വരുന്നതെങ്കിൽ الشمس والقمر آيتان لا ينكسفان الضمير في ينكسفان يعود إلى الشمس والقمر وهما مؤنث ومذكر. ഇവിടെ വേറൊരു വിഷയമുണ്ട്. ഷംസ് എന്താണ്? ഷംസ് ഷംസ് കുവ്വിറത്ത്, അത് സ്ത്രീലിംഗമാണ്. ശക്കൽ ഖമർ, ഖമർ എന്താണ്? അതുകൊണ്ട് ചേർത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇല്ല ഷംസ് വൽ ഖമർ, ഖമറിനെയും ഷംസിനെയും കൂടി ചേർത്തിട്ടാണ് ആയത്താനി എന്ന് പറഞ്ഞ ദ്വിവചനം വന്നത്. അത് രണ്ടും ആയത്താനി ലാ യൻകസിഫാനി. അപ്പോൾ ലാ യൻകസിഫാനി എന്ന് പറയും. അവിടെ പേര് മുതക്കം ഉപയോഗിച്ചത്. ലാ യൻകസിഫാനി അവ രണ്ടിനും ഗ്രഹണം ബാധിക്കുകയില്ല. الضمير في ينكسفان എന്നതിനുള്ള ضمير ഹുമാ. മൈക്ക് കാര്യമായിട്ട് പ്രശ്നമുണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? നേരത്തെ ഡോക്ടറാ പറഞ്ഞത്. സൗണ്ടിന് ഒരു പ്രശ്നമുണ്ട്. ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇനി ഉണ്ടോ നോക്കാം. നോക്കാം. അപ്പോൾ രണ്ടും എന്താണ്? എൻകസിഫാനി വന്നപ്പോഴത്തേക്ക് എന്താണ്? മുദക്കറായിട്ടാണ്, മുഅന്നസാണ്. ഖമർ മുദക്കറാണ്. എൻകസിഫാനി എന്ന മുദക്കറായിട്ടുള്ള രൂപമാണ് ഉപയോഗിച്ചത്. അദ്ദമീറു ഫി എൻകസിഫാനി യഊദു ഇല ശംസി വൽ ഖമർ. അതിൽ രണ്ടിൻ്റെയും സർവനാമം അദ്ദമീറു ഫി എൻകസിഫാനി, എൻകസിഫാനിയിലുള്ള സർവനാമം യഊദു ഇല ശംസി വൽ ഖമർ, ഷംസിലേക്കും ഖമറിലേക്കും മടങ്ങുന്നതാണ്. വഹുമ അവ രണ്ടും എന്താണ്? മുഅന്നസുൻ വ മുദക്കറും. ഷംസ് മുഅന്നസും ഖമർ മുദക്കറുമാണ്. വജീഅ ബിൽ ഫിഅലി ബിസിഗത്തിൽ മുദക്കരി. അപ്പോ വജീഅ, ജിയുടെ അർത്ഥം എന്താ? വന്നു എന്നാ? ഏത് സുഹൃത്തുക്കളെ നമ്മൾ ജിയ അപ്പൊ എന്താ അർത്ഥം? നരകം വരുമെന്നാ പറഞ്ഞത്? കൊണ്ടുവരപ്പെടും. കൊണ്ടുവരപ്പെടും. അതിന്റെ കൂടെ ജിയുടെ കൂടെ എന്തുണ്ട്? ഒരു അവ്യയം കൂടെ ഉണ്ട്, ഒരു ഹർഫും കൂടെ ഉണ്ട്. അപ്പൊ ജാ ബി ആണ് കൊണ്ടുവന്നു. ജി അബി കൊണ്ടുവരപ്പെടും. ഇവിടെയുണ്ട് ഫേലിനെ കൊണ്ടുവരപ്പെടും. ബിസിയഗത്തിൽ മുദക്കരി, മുദക്കറിന്റെ സീഗത്ത് എന്ന് പറഞ്ഞ ഘടന, രൂപം. സഹൽ എന്നൊക്കെ പറഞ്ഞ്, സഹൽ അഫ്ആൽ എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. എക്സസൈസിൽ ഹെഡിങ് വരുമ്പോഴത്തേക്ക് രൂപമുണ്ടാക്കുക. അപ്പൊ സീഗ എന്ന് പറഞ്ഞാൽ ഒരു ഫേലിന്റെ രൂപഭേദം സംഭവിച്ച ആ രൂപത്തിന് എന്ത് പറയുന്നത്? സീഗ എന്ന് പറയും. സീഗ എന്നാണ് പറയുന്നത്.
എൻകസിഫാനി എന്നതിന്റെ അർത്ഥം എന്താണ്? എൻകസിഫാനി എൻകസിഫാനിയുടെ അർത്ഥം എന്താ? ദഹനം. രണ്ടും ഗ്രഹണം കഴിഞ്ഞ രണ്ട് ഗ്രഹണം പാലിച്ചൊന്നല്ല, രണ്ടിനും ഗ്രഹണം ബാധിച്ചു. രണ്ടിനും ഗ്രഹണം. രണ്ടും ഇൻകസഫയാണ് കേട്ടോ. ഇൻകസഫ ഇൻകസഫ ഗ്രഹണം ബാധിച്ചു. ഗ്രഹണം പാലിച്ചു. കഴിഞ്ഞ പാഠത്തിൽ വന്നതാണ്. കഴിഞ്ഞ പാഠത്തിൽ വന്നതാണ്, കഴിഞ്ഞ ദിവസം. വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് സ്കിപ്പ് ചെയ്ത് പോയത്. അതിന്റെ ഇപ്പൊ എൻകസിഫു ഗ്രഹണം ബാധിക്കും, എൻകസിഫാനി അവ രണ്ടും ഗ്രഹണം ബാധിക്കും. അതെ. ലാ എൻകസിഫാനി അവ രണ്ടും ഗ്രഹണം ബാധിക്കുകയില്ല. وجيء بالفعل بصيغة المذكر تغليبا. തഗ്ലീബ് എന്ന നിലയിലാണ് കേട്ടാ, തഗ്ലീബ് ആയ നിലയിൽ. എന്താണ് തഗ്ലീബ്? ഗലബ അതിജയിച്ചു. എന്താണ് അതിജയിക്കുന്നത്? യുഗല്ലബുൽ മുദക്കറു അലൽ മുഅന്നസി. മുദക്കറും മുഅന്നസും വന്നാൽ എന്ത് ചെയ്യും? അത് യുഗല്ലബു അതിജയിക്കപ്പെടും. അൽ മുദക്കറു യുഗല്ലബു അൽ മുദക്കറു അലൽ മുഅന്നസി. മുഅന്നസിനെ അതിജയിക്കും. നഹ്വ അബ്നാഇ വ ബനാതി യദ്റുസൂന ബിൽ ജാമിഅത്തി. അപ്പോൾ സ്ത്രീലിംഗ പദവും സ്ത്രീലിംഗവും പുല്ലിംഗവും ഒരുമിച്ച് വന്നാൽ ഏതാണ് മികച്ചു നിൽക്കേണ്ടത്? പുല്ലിംഗ പദമാണ്. അതെല്ലാ ലാംഗ്വേജിലും അങ്ങനെ തന്നെയാണ് വരിക. അബ്നാഇ വ ബനാതി, അബ്നാഉം ബനാത്തും വന്നപ്പോൾ എന്ത് ചെയ്തു? തദറുസൂന എന്നല്ല പറയുന്നത്, യദ്റുസൂന ബിൽ ജാമിഅത്തി. അതിന് തഗ്ലീബ് എന്നാണ് അതെന്ത് ചെയ്യുന്നത്? ഗ്രാമറിൽ പറയുന്നത് മികച്ചു നിൽക്കൽ. ജീഅ ബിൽ ഫിഅലി ബിസിയഗത്തിൽ മുദക്കരി തഗ്ലീബൻ. യുഗല്ലബുൽ മുദക്കറു അലൽ മുഅന്നസി. മുഅന്നസിനേക്കാളും മികച്ചു നിൽക്കേണ്ടത് എന്താണ്? മുദക്കറാണ്. അതിൻ്റെ ഉദാഹരണം നഹ്വ അബ്നാഇ വ ബനാതി യദ്റുസൂന ബിൽ ജാമിഅത്തി. അപ്പോൾ ഇന്ന ശംസ വൽ ഖമറ ആയത്താനി എന്ന് പറയുമ്പോൾ നമുക്ക് സംശയം തോന്നേണ്ടതില്ല. ഇന്നൽ ഖമറ ആയത്താനി ലാ എൻകസിഫാനിക്ക് പകരം ലാ തൻകസിഫാനി എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്? ശംസും മുദക്കറും മുഅന്നസും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ മുദക്കറിന്റെ പ്രയോഗമാണ് ഉപയോഗിക്കേണ്ടത്, തഗ്ലീബ് എന്നതിലേക്ക്. തഗ്ലീബ്. തഗ്ലീബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഈസ് യൂസിങ് എ മസ്കുലിൻ ഫോം ടു റെഫർ ടു എ ഗ്രൂപ്പ് കണ്ടെയ്നിങ് ബോത്ത് മസ്കുലിൻ ആൻഡ് ഫെമിനിൻ നൗൺസ്. തഗ്ലീബ് എന്ന് പറയുന്നത് അതിനാണ്, ടെക്നിക്കൽ ടെർമിനോളജിയാണ്. ഈസ് യൂസിങ് എ മസ്കുലിൻ ഫോം ഉപയോഗിക്കുന്നതാണ് റെഫർ ടു എ ഗ്രൂപ്പ് കണ്ടെയ്നിങ് ബോത്ത് മസ്കുലിൻ ആൻഡ് ഫെമിനിൻ നൗൺസ്. ഓ 8:05 അപ്പോൾ നമുക്ക് അവിടെ നിർത്താം. ഇന്ന് വൈകാൻ ഒരു അവിചാരിതമായ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വൈകേണ്ടി വന്നത്. ഞാൻ 7 മണിക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നായിരുന്നു. എന്തായിരുന്നാലും പ്രമാദത്തിലായതുകൊണ്ട് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. വായിക്കുക, പഠിക്കുക, ആവർത്തിച്ച് വായിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രയോഗങ്ങൾ ഖുർആനുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കാം നമുക്ക്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വൊക്കാബുലറി നമുക്ക് കിട്ടും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.